എസ്പെഷ്യലി ന്യൂ ജെൻ അല്ലേ, ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. ഫ്രീഡം വേണം, പാതിരാത്രി ഇറങ്ങി നടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഫ്രീഡം ഉണ്ട്, അത് തിരിച്ചറിയാറില്ല. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. അവർ ലൈഫിൽ അവർ ഹാപ്പി അല്ല. നമ്മൾ പക്ഷെ പുറത്ത് കാണുമ്പോൾ, ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര ചില്ലാണ്, ഭയങ്കര അടിപൊളിയാണ്, അവരുടെ ലൈഫ് ഫുൾ സെറ്റ് ആണെന്നൊക്കെ ആയിരിക്കും. പക്ഷെ രാത്രി അവർ വീട്ടിൽ ചെല്ലുമ്പോൾ, അവർ കിടക്കുമ്പോൾ അവരുടെ അടുത്ത് ഹാപ്പി ആണോന്ന് അവർ തന്നെ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു വിഭാഗം ഓഫ് ആൾക്കാരുണ്ട് അങ്ങനെ, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം വിഷമിക്കുന്നവർ. ചില ആളുകളെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? എന്താ കാര്യമുള്ളത് അല്ലേ? ഡിസേർവ് ചെയ്യണവന് ഡിസേർവ് ചെയ്യുന്നത് കിട്ടിയാൽ മതി. ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. അതാണ് അവിടെ ഏറ്റവും രസമുള്ളൊരു കാര്യം. ബാക്കി 3 വികാരങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വരും, പക്ഷെ ഹാപ്പിനെസ് വേണമെങ്കിൽ ഇറ്റ് ഈസ് അവർ നമ്മൾ വിചാരിക്കണം. അവർക്ക് ജോലി, അവർക്ക് സാലറി ഉണ്ട്, പക്ഷെ ലൈഫ് എന്തോ ഒരു രസമില്ല. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ലൈഫിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. കാരണം നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് സന്തോഷത്തിലെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരം ശരിയല്ലെങ്കിൽ പോലും അത് സന്തോഷത്തെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ? പ്രോബ്ലം സോൾവിങ് അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജീവിതത്തിൽ. ടാലി ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം. അതെ, അതവിടെ. പക്ഷെ ജീവിതത്തിൽ റിയൽ പ്രോബ്ലം വരുമ്പോഴും ആ ഓറിയന്റേഷൻ ഉണ്ട്. നമ്മൾ ആ മാത്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ, പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ വി ഓൾവേസ് ലുക്ക് ഫോർ സൊല്യൂഷൻ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായാൽ മടി മാറി. ഞാൻ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഇത് എന്റെ കംഫർട്ട് സോൺ അല്ല, എനിക്ക് ഇത് കൂടുതലാണ്. ബിക്കോസ് എന്റെ മടി മാറ്റി ഞാനിപ്പോ വീട്ടിലിരിക്കേണ്ടതാണ്. അതെ, ഇതെനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ഞാൻ അതുകൊണ്ട് എന്റെ കംഫർട്ട് സോണിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് അവധി ആയതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കും. ബട്ട് അത് ബ്രേക്ക് ചെയ്യണം എനിക്ക്. അപ്പൊ ഇവിടെ വന്നതുകൊണ്ട് യു ആർ ഹാപ്പി? യെസ്, ഐ ആം വെരി ഹാപ്പി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. എനിക്ക് മാമിനെ കാണാൻ പറ്റിയതും അതുകൊണ്ടാണല്ലോ. അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക്. ജീവിതത്തിലെ ഏറ്റവും ഒരു ഫണ്ടമെന്റൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഹാപ്പിനെസ് ആണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് മുഴുവൻ എവിടെയാണ്? സുഖം അല്ലേ? അതാണ് വലിയൊരു ചലഞ്ച്. സന്തോഷം വേണം, പക്ഷെ അന്വേഷിച്ച് നടക്കുന്നത് പണിയെടുക്കാൻ പറ്റില്ല. സന്തോഷം വേണം, പക്ഷെ കംഫർട്ട് അന്വേഷിച്ച് നടക്കും. ഇപ്പോഴാണെങ്കിൽ ഈ കമേഴ്സ്യൽ വേൾഡ് നമുക്ക് ഒരുപാട് കംഫർട്ട്സ് തരും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് അതിനോട് താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകും, എത്ര പണവും ചെലവാക്കും, പക്ഷെ ഹാപ്പിനെസ് ഒരുപാട് നഷ്ടപ്പെടും അവിടെ. അപ്പൊ നമ്മൾ എസ്കലേറ്റർ എവിടെ, ലിഫ്റ്റ് എവിടെ? ശരിക്കും ഇതിൽ നിന്ന് എന്താ സംഭവിക്കുന്നത്? സ്റ്റെയർ കേസ് കയറാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ സുഖം, മറ്റേത് സുഖമാണ്, കംഫർട്ടാണ്. എസ്കലേറ്ററിൽ കയറുക, ലിഫ്റ്റ്, ഈ ബോഡി ഉപയോഗിക്കാതിരിക്കുന്നത് ഒരു കംഫർട്ട് സോണാണ്. എന്നിട്ട് അവസാനം എന്ത് പറ്റും? നമ്മൾ ഈ ശരീരം ഉപയോഗിക്കാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മുടെ സന്തോഷം ഇല്ലാതാക്കും അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യണം, ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ എക്സസൈസ് ചെയ്യാതിരിക്കുന്നതാണ് സുഖം. അതാണ് നമുക്ക് സുഖം, അതാണ്. പിന്നെ രാവിലെ എഴുന്നേക്കണം, എന്നാലാണ് നമുക്ക് മോർണിംഗ് റൊട്ടീനൊക്കെ സമയം കിട്ടുള്ളൂ. പക്ഷെ രാവിലെ എഴുന്നേക്കാതിരിക്കുന്നതാണ് സുഖം. കുറച്ചുകൂടി കിടന്ന് ഉറങ്ങാലോ എന്നുള്ളത്. ഞാനും അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ പറ്റില്ല. അതെ, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ബ്രെയിനിനെ സംവിധാനം ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇൻക്ലിനേഷൻ ടുവേർഡ്സ് കംഫർട്ട് സോൺ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എന്താണെന്ന് അറിയാമോ? അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര സംഭവങ്ങളായിട്ട് മാറൂലേ? ഇത് അർഹതപ്പെട്ടവരും മതി ഇങ്ങനെ ആകേണ്ടത് എന്നുള്ളൊരു വലിയൊരു മെസ്സേജാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റെഡി ടു ബ്രേക്ക് കംഫർട്ട് സോൺ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതാണ്, നമുക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ പറ്റും. ഓക്കെ, മാമിനോട് ഒരു ചോദ്യം. മാം ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ ആയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഈ സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ ഇതൊക്കെ ആവശ്യമുണ്ടോ? റിയൽ ലൈഫിൽ ആവശ്യമുള്ള കുറച്ച് സംഗതികളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക്, ഈ 3 സംഭവങ്ങളും ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഈ ഹയർ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ
നമ്മൾ അപ്പോഴാണ് നമുക്ക് സംശയം വരണത്. മറ്റേതിന് സംശയമില്ലല്ലോ, കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും നമുക്ക് അത് വേണം. അത് വേണം, അത് ജീവിതത്തിൽ സഹായിക്കുന്നു. ഹയർ മാത്സിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അത് സഹായിക്കണമെന്നില്ല, എന്നാലും ചില പ്രത്യേക സമയത്തൊക്കെ അത് സഹായിച്ചെന്നിരിക്കും. നമ്മൾ ഏതെങ്കിലും സബ്ജക്റ്റ് വേറെ പഠിക്കുമ്പോഴോ ഇതെല്ലാം നമ്മളെ സഹായിക്കും. പക്ഷെ ജനറലി നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിനും അതിൽ നിന്ന് കിട്ടുന്ന പല ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പോൾ മാത്സ് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ് കപ്പാസിറ്റി അല്ലേ, റാഷണലായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്, അതെല്ലാം ഇതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്ത് വരും. അത് നമുക്ക് ജീവിതത്തിൽ പല അവസരങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഒക്കെ പഠിക്കുക എന്ന് മാത്രമല്ല, അതിൽ നിന്നും നമുക്ക് സൈഡായിട്ട് ഉണ്ടാകുന്ന ഫാക്കൽറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കുന്നു. എൻ്റെ ചാനലിനെ കുറിച്ച് പൊതുവെ ആളുകൾ പറയാറുണ്ട്, മാം പറയുന്നതൊക്കെ വളരെ ലോജിക്കലാണെന്ന്. വെറുതെ ഇങ്ങനെ അതൊന്നും പറയല്ല, പോയിന്റ് ബൈ പോയിന്റ് ആ പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞാലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അത് ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചതുകൊണ്ടാണ് ആ രീതിയിൽ ചിന്തിക്കാനും. പിന്നെ മാത്സ് പഠിച്ചതുകൊണ്ട് അത് എന്തും ആയിക്കൊള്ളട്ടെ, മാത്സ് പഠിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയിലൊക്കെ പഠിക്കുമ്പോൾ പ്രോബ്ലം സോൾവിങ് അതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ജീവിതത്തിൽ. കിട്ടുന്ന ഒരു സന്തോഷം. അതെ, അതവിടെ. പക്ഷെ ജീവിതത്തിൽ റിയൽ പ്രോബ്ലം വരുമ്പോഴും ആ ഓറിയന്റേഷൻ ഉണ്ട്. നമ്മൾ ആ മാത്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ, പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ വി ഓൾവേസ് ലുക്ക് ഫോർ സൊല്യൂഷൻ. എന്താണ് ഇതിന് സൊല്യൂഷൻ? അത് ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെ ചിലത് വലിയ പ്രശ്നമായിട്ട് എല്ലാവരും പറയുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സൊല്യൂഷനെ കുറിച്ചാണ്. ചെറിയ കാര്യങ്ങൾ മതി, വലിയ പ്രശ്നമായിട്ടൊക്കെ പറയില്ലേ. ഇപ്പൊ എൻ്റെ വീട്ടിലെ ഞാൻ ഇന്ന് പോരാൻ നേരത്ത് കാറിലൊരു കാലം കൊട ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് കാണാനില്ല. എൻ്റെ ഹസ്ബൻഡ് അയ്യോ കൊടയുടെ പോയി. പക്ഷെ നമുക്ക് സമാധാനം ഉണ്ടല്ലോ, അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാം. കാറ് ഇത് വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ കാറിൻ്റെ ഫസ്റ്റ് സർവീസ് ആയിരുന്നു. അപ്പോൾ കുട അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നില്ലെങ്കിൽ വേറെ കുട മേടിക്കാം, അല്ലെങ്കിൽ അവരോട് ചോദിക്കാം കുട അവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സൊല്യൂഷൻ വരും. അത് വളരെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ പരിഭ്രമം ഒരുപാട് കുറയും. അല്ലാതെ ചിന്തിച്ചാൽ നമ്മളിങ്ങനെ ഓരോ ചെറിയ കാര്യത്തിനും ഒക്കെ ടെൻഷൻ വരും. ഉത്തരങ്ങളിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ നമുക്ക് എന്ത് റിലാക്സേഷനായിട്ട് കിട്ടുക. ഉത്തരം കിട്ടുകയും ചെയ്യും. പലപ്പോഴും ഈ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഉത്തരം കിട്ടാനല്ല ചിന്തിക്കുന്നത്. നമ്മളൊന്നില്ലെങ്കിൽ അപ്പോൾ ഒരു സാധനം കാണാനില്ലെങ്കിൽ ആരാണത്, എവിടെയാണ് വെച്ചത്, ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്ത പോണത്. അതേസമയം ആ സാധനം കാണാനില്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എവിടെയൊക്കെ നോക്കണം. കോളേജിലാണെങ്കിലും അഡ്മിനിസ്ട്രേഷനിലായിരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ കോളേജിൽ ചെല്ലുന്നു, ഒരു പ്രശ്നം അവിടെ ഉണ്ടായി, പലരും ആരാണത് ചെയ്തത് അങ്ങനെ അന്വേഷിച്ചു പോകും. പക്ഷെ നമ്മൾ നോക്കണത് എന്താ, എന്ത് പറ്റി, അതിന് നമുക്കെങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാം. അത് ജീവിതത്തിൽ ഞാൻ പൊതുവെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ടിരിക്കാൻ ഒരു കാരണം ഈ പ്രോബ്ലം സോൾവിങ്. നമ്മൾ പെട്ടെന്ന് അതെങ്ങനെ സോൾവ് ചെയ്യാന്നാണ് ചിന്തിക്കുക. അല്ലാതെ അതിൻ്റെ അയ്യോ അങ്ങനെ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഇല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് റിയാക്ഷൻ എപ്പോഴും മിസ്ലീഡിങ് ആണ്. ആ വന്ന് പറയുന്ന ആളെയും കൂടി പരിഭ്രമിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. കൂടുതലാണ്. ഞാനിപ്പോ ഇത്രയും കൊല്ലമായിട്ട് ചോദിക്കാനിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ആൻസർ കിട്ടിയത്. ഇത് മിക്കവർക്കും അറിയില്ല. ബിക്കോസ് എല്ലാവരും പറയുന്ന ഒരു കാര്യം, എന്തിനാ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചിട്ട് നമുക്ക് എന്ത് ഉപകാരം ഉണ്ടാവും. അപ്പൊ ഇത് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ടിപ്പ് ആവട്ടെ ഇപ്പൊ മാം പറഞ്ഞത്. അതെ, നമ്മൾ ഓരോ സബ്ജക്ട് പഠിക്കുമ്പോഴും അവിടെയും ഞാൻ ചിന്തിച്ചത് ഇത് പഠിച്ചുകൊണ്ട് പ്രയോജനം എന്താണ്, അല്ലെങ്കിൽ വേറെ തരത്തിൽ ചിന്തിക്കാവോ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം, അങ്ങനെയല്ലേ. ലൈഫിൽ അതാണ്, ലൈഫിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഈ ലോകത്തെ എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ടോട്ടൽ പോസിറ്റീവായിട്ടും ഒന്നുമില്ല, ടോട്ടൽ നെഗറ്റീവായിട്ടും ഇല്ല ഒന്നും. അപ്പോൾ അതിലേത് എങ്ങനെ ചിന്തിച്ച് ഏതിലേക്ക് പോകണമെന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ചോയ്സ് എന്ന് പറയുമ്പോഴൊരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി നമ്മളെപ്പോഴും ചിന്തിക്കുന്നു. എസ്പെഷ്യലി ന്യൂ ജൻ അല്ലേ, ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് ഫ്രീഡം വേണം, പാതിരാത്രി ഇറങ്ങി നടക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ഫ്രീഡം ഉണ്ട്, അത് തിരിച്ചറിയാറില്ല. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ കാര്യങ്ങൾ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഞാൻ ആ വഴി കൂടി പോകണോ ഈ വഴി കൂടി പോകണോ, ദാറ്റ് ഈസ് മൈ ചോയ്സ്.
ആ ഒരു ഫ്രീഡം എനിക്കുണ്ട് എപ്പോഴും. അതെ. അങ്ങനെ ചിന്തിക്കണോ, ഇങ്ങനെ ചിന്തിക്കണോ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പിയർ, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. ഞാൻ ഈ മോട്ടിവേഷണൽ ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ഒരുപാട് ചിന്തിക്കാറുണ്ട്. കാരണം എവറി സാറ്റർഡേ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പൊ എൻ്റെ മനസ്സിൽ നല്ല കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു വരുമ്പോഴേ ഇത്രയും കാലം ഇത്രയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പോ ഞാൻ ആ മാത്തമാറ്റിക്സ് അന്ന് പഠിച്ചതിന്റെ ഒരു പ്രയോജനം ശരിക്കും കിട്ടിയത് ഇപ്പോഴാണ്. ആ വേ ഓഫ് തിങ്കിങ് ജീവിതത്തിലെ പല പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു. അതൊക്കെ ഇപ്പൊ അന്ന് പഠിച്ചതിന്റെ ഒരു റിസൾട്ടാണ്. അതെ, നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായം മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോഴേക്കും ഓക്കെ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, ഇവര് പറഞ്ഞതാണ് കറക്റ്റ് എന്ന് തോന്നാം. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം നമുക്ക് ഗുണകരമായിട്ട് മാറാതിരിക്കുന്നത് അതിനോട് പ്രതികരിക്കുന്ന രീതി കൊണ്ടാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുവെ ആളുകൾ ഇഷ്ടമല്ല ആർക്കും എതിരഭിപ്രായം പറയുന്നത്. പക്ഷേ എതിരഭിപ്രായം ഉണ്ടെങ്കിലേ സംഘടനകൾ വളരൂ, മനുഷ്യബന്ധങ്ങൾ വളരൂ. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല, അയാളെ ചവിട്ടി പുറത്താക്കുന്നതിന് പകരം നല്ല രീതിയിൽ പ്രതികരിക്കാൻ പഠിക്കണം. അപ്പം ഞാൻ അഭിപ്രായം പറയുമ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല അങ്ങനെ പറയണ്ട, എനിക്ക് വേറൊരു അഭിപ്രായമാണ് ഉള്ളത്. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, എനിക്ക് വേറൊരു അഭിപ്രായമാണ് ഉള്ളത്. ഇങ്ങനെ പ്രതികരിക്കുന്ന രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ പറയേണ്ട കാര്യമില്ല. ചിലർ പറയില്ലേ യു ആർ റോങ്, എന്ത് കാര്യം ഇരിക്കണം, എനിക്ക് വേറൊരു അഭിപ്രായമാണുള്ളത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ബിൽറ്റ പേര് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേട്ടത് കേട്ടോ. ബിൽറ്റ ഒരു കാര്യം പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം യു ആർ റോങ്. സാധാരണ നമ്മുടെ സ്റ്റൈൽ അങ്ങനെയല്ലേ, നമുക്ക് കൃത്യമായിട്ട് എന്ത് പറയാം, എൻ്റെ അറിവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എൻ്റെ അറിവ് പറയാം. അപ്പം ഞാനൊരിക്കൽ പണ്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴേ, ഞാൻ മാത്സ് ടീച്ചറാണ്, ഒരു ഫോമുല എഴുതിയപ്പോൾ ബോർഡിൽ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. ഒരു കുട്ടിക്ക് മനസ്സിലായി തെറ്റിയെന്ന്. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. അപ്പോൾ ഡിഗ്രി ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി പറയണേ, ടീച്ചറെ ഞങ്ങൾ +2 പ്രീ ഡിഗ്രി ആയിരുന്നു തോന്നണം അന്ന്, ഞങ്ങൾ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ഫോമുല കുറച്ച് വ്യത്യാസമുള്ളതായിരുന്നു. തെറ്റാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇത് തെറ്റാണ്, പക്ഷെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അയാൾ പറഞ്ഞത്. വേണമെങ്കിൽ പറയായിരുന്നു മാം എഴുതി തെറ്റാണ് മാഡം, അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിഷമാവും. ടീച്ചേഴ്സിന് അങ്ങനെ ഒരു ഈഗോ ഉണ്ടാവുമല്ലോ. അതാണ് ചിലർ പറയൂലേ, ഓ ടീച്ചറിനോട് അങ്ങനെ പറഞ്ഞിട്ട് ടീച്ചർ ചൂടായി, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയണതേ. പക്ഷെ അന്ന് ഞാനത് വളരെ എനിക്കത് ഇപ്പോഴും ഞാനത് പല സ്ഥലത്തും പറയാറുണ്ട്. ഇങ്ങനെ അങ്ങനെ പറഞ്ഞത് വളരെ അങ്ങനെ ഇത് വേറെ ഒരു ഫോമുല ആയിരുന്നല്ലോ മാഡം, എന്ത് രസമായിട്ടാ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ശരിയാണല്ലോ, തെറ്റിപ്പോയല്ലോ. അപ്പൊ ഇങ്ങനെ പല വഴികളുണ്ട്, നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. ചൂസ് ചെയ്യണം. നമ്മൾ വയലന്റ് ആവണം, നമ്മൾ മര്യാദയ്ക്ക് പറയണം എന്നുള്ളത് കറക്റ്റ്. നമുക്ക് പറയാം അത് എനിക്കിതിനോട് യോജിക്കുന്നില്ല, എന്റെ അഭിപ്രായം ഇതാണ്, യോജിക്കുന്നില്ലെന്ന് പോലും പറയണ്ട അവിടെ, എന്റെ അഭിപ്രായം ഇതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ എല്ലാരും പറയാന്നെങ്കിൽ ഇപ്പോ എന്ത് രസമായിരുന്നു. അപ്പൊ അഭിപ്രായങ്ങൾ എല്ലാരും പറയുകയും ചെയ്യും. ഇത് കുറെ പേര് മിണ്ടൂല്ലല്ലോ, കാരണം പ്രതികരണം ഇങ്ങനെ ആയതുകൊണ്ട് കുറെ പേര് മിണ്ടൂല്ല, എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും വിചാരിച്ചിരിക്കും. കറക്റ്റ്. ഓക്കെ, ഇത് ലാസ്റ്റ് വൺ ആണ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം വിഷമിക്കുന്നവർ. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചിലരുടെ കാര്യം കഷ്ടമാണ് കേട്ടോ, എല്ലാരെയും പ്ലീസ് ചെയ്ത്. ഒന്നാമത്തത് അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാവരെയും അങ്ങനെ പ്ലീസ് ചെയ്യാൻ ഒപ്പം എല്ലാവരും വളരെ വ്യത്യസ്തരല്ലേ. അപ്പൊ എല്ലാവരും സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കളയേണ്ട ഒരു കാര്യമാണ്. മനസ്സിൽ നിന്ന് അങ്ങനെ ഒരു ചിന്തയെ വരാൻ പാടില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മികച്ചതായിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അതിൽ സന്തോഷിക്കും. ഒരുപാട് പേർക്ക് നമ്മൾ സന്തോഷം പകർന്നു കൊടുക്കുകയാണ്. ഞാനൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ ആ കണ്ടന്റ് വളരെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അത് സന്തോഷം കൊടുക്കും. അത് മതി. സകല ആളുകളെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത് അല്ലേ? ഡിസേർവ് ചെയ്യണവന് ഡിസേർവ് ചെയ്യുന്നത് കിട്ടിയാൽ മതി. സന്തോഷിക്കണമെങ്കിൽ, ഇപ്പം ഞാൻ സന്തോഷിക്കണമെങ്കിൽ എനിക്ക് സന്തോഷം അനുഭവിക്കാനുള്ളൊരു മാനസിക ഭാവം ഉണ്ടാവണം.
ഇത് വേറൊരാൾ തരേണ്ടതല്ല. സന്തോഷത്തിൻ്റെ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമുക്ക് 4 ബേസിക് ഇമോഷൻ ഉണ്ട്. ഒന്ന് ഫിയർ, ഒന്ന് സങ്കടം, അല്ലെ 4 ഒന്ന് ഫിയറാണ്. അതാണ് പ്രിമിറ്റീവ് സ്ട്രോങ് ഇമോഷൻ. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ ഇമോഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും അപകടം പറ്റിയാൽ. പിന്നെ ഒന്ന് ആങ്കർ, സങ്കടം, സാഡ്നെസ്, 4 ഹാപ്പിനെസ്. ആദ്യത്തെ 3 ഇമോഷൻസിലെ നെഗറ്റീവാണ്, നമുക്കത് വേണ്ട. 4ാമത്തെ ഇമോഷൻ നമ്മൾ വി ഓൾ വാണ്ട് ടു ബി ഹാപ്പി. നമുക്ക് ആ മാനസിക ഭാവം, ആ വികാരം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. പക്ഷെ ഹാപ്പിനെസ്സിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഹാപ്പിനെസ് ഈസ് അവർ ചോയ്സ്. അതാണ് അവിടെ ഏറ്റവും രസമുള്ളൊരു കാര്യം. ബാക്കി 3 വികാരങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ വരും, പക്ഷെ ഹാപ്പിനെസ് വേണമെങ്കിൽ ഇറ്റ് ഈസ് അവർ ചോയ്സ്. അപ്പോൾ ഒരാൾക്ക് ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ഒരാളെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട്. അയാൾ സന്തോഷിക്കേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്യേണ്ട കാര്യമില്ല. അതെ, അവരുടെയും കൂടി കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട്. എന്ത് ചെയ്താലും സന്തോഷവും തൃപ്തി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എന്ത് ചെയ്താലും തൃപ്തിയില്ല. ഇപ്പൊ നമ്മള് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോ എങ്ങനെയൊക്കെ ചെയ്താലും തൃപ്തിയില്ലാത്ത ആളുകളില്ലേ? അതെനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 20-24 ഇയേഴ്സ് കഴിഞ്ഞവരൊക്കെ അവരുടെ ലൈഫ് മടുത്ത പോലെയാണ്, ഒരു നം ഫീലിംഗ് ആണ്. അത്ര യങ് ഏജിൽ വരെ ചിലർ ജോലിക്ക് പോകുന്നു, ഓക്കെ, വൈകിട്ടാകുമ്പോൾ വീട്ടിൽ പോകുന്നു, മന്ത് എൻഡ് സാലറി കിട്ടും, അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. അവരുടെ ലൈഫിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, അവരുടെ ലൈഫിൽ ജീവിക്കുന്നില്ല, ഒരു ഹാപ്പിനെസ്സും കിട്ടുന്നില്ല. അത് ഒരാൾക്കോ 2 ആൾക്കോ അല്ല, ഈ യൂത്തിലുള്ള ഒരു വിഭാഗം, എല്ലാവരുടെയും കാര്യമല്ല, ഒരു വിഭാഗം ഓഫ് ആൾക്കാർ ഇങ്ങനെയുണ്ട്. അവരുടെ ലൈഫിൽ അവർ ഹാപ്പി അല്ല. നമ്മൾ പക്ഷെ പുറത്ത് കാണുമ്പോൾ, ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര ചില്ലാണ്, ഭയങ്കര അടിപൊളിയാണ്, അവരുടെ ലൈഫ് ഫുൾ സെറ്റ് ആണെന്നൊക്കെ ആയിരിക്കും. പക്ഷെ രാത്രി അവർ വീട്ടിൽ ചെല്ലുമ്പോൾ, അവർ കിടക്കുമ്പോൾ അവരുടെ അടുത്ത് ഹാപ്പി ആണോ എന്ന് അവർ തന്നെ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഒരു വിഭാഗം ഓഫ് ആൾക്കാരുണ്ട് അങ്ങനെ. ബിക്കോസ് ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്, ഇത്ര യങ് ആയിട്ടിരിക്കുമ്പോഴും എല്ലാവർക്കും എന്താ ഈ പ്രശ്നം എന്നുള്ളത്. എല്ലാവർക്കും പ്രശ്നമുണ്ട്. ഞാൻ ഈ ചാനൽ നടത്തുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ആളുകൾക്ക്. ഒരുപാട് സ്ട്രെസ്, ആങ്സൈറ്റി, ഇതൊക്കെ ആളുകൾക്ക് ഒരുപാടുണ്ട്. അവിടെ എല്ലാം നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനമുണ്ട്. മനസ്സെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്, നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സാണ്. അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു സാധനമാണ്. വേറൊരാൾക്ക് വന്ന് നമ്മുടെ ഈ ചിന്ത അങ്ങനെയല്ലേ സംവിധാനം ചെയ്തേക്കണത്, ആർക്കും അതിൽ കയറി ഇടപെടാൻ പറ്റില്ല. നമ്മുടെ സ്വന്തമാണ്. അവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആകാൻ പറ്റൂ. നമ്മൾ അല്ലാതെ വേറൊരാൾക്ക് ഈ സാധനം കൊണ്ടുവന്ന് തരാൻ പറ്റില്ലല്ലോ. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരും, ഹാപ്പി ആകും. കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം രാത്രിയാകുമ്പോൾ സന്തോഷം പോയി. അപ്പോൾ നമ്മൾ ജീവിത വിജയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ്. നമ്മൾ ഒരു ലക്ഷ്യം നേടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. പക്ഷേ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ അതല്ല. ആ സന്തോഷം നമുക്ക് നിലനിർത്താൻ പറ്റണം. നിലനിർത്തുക മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനും കൂടി പറ്റണം. ആ രീതിയിൽ വരുമ്പോഴാണ് ഞാൻ പറയണത് അത് ജീവിത വിജയമാണെന്ന്. ഇനി പ്രസരിപ്പിക്കുമ്പോൾ ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം സന്തോഷിക്കുക എന്നുള്ളത് അവരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. വളരെ ചെറിയ പ്രായത്തിലുള്ളവർ തന്നെ ഇങ്ങനെ പറയും, എന്റെ ലൈഫിൽ ഒരു സുഖമില്ല, അവർക്ക് ജോലി, അവർക്ക് സാലറി ഉണ്ട്, പക്ഷെ ലൈഫ് എന്തോ ഒരു രസമില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ലൈഫിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. കാരണം നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് സന്തോഷത്തിലെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരം ശരിയല്ലെങ്കിൽ പോലും അത് സന്തോഷത്തെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ ഒരു പീസ്ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങളൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നില്ല, നമ്മൾ ശരിക്ക് ഒരു ഉറക്കം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബോഡിയുടെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ന്യൂ ജെന്നിൻ്റെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവർക്കൊരു സിസ്റ്റമാറ്റിക് ലൈഫേ ഇല്ല. അത് നമ്മുടെ സന്തോഷത്തെ ബാധിക്കുന്ന ഒന്നാണ്. അത് തിരിച്ചറിയില്ല. അതാണ് പ്രശ്നം. അതിനൊന്നും പറ്റില്ല, പക്ഷെ അപ്പൊ അതാണ് അവിടെ. അപ്പൊ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടും. നമ്മുടെ ലൈഫ് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. അതങ്ങനെയാണ് നമുക്ക് മനുഷ്യർ ജീവിക്കേണ്ട ചില രീതികളുണ്ട്. അതുപോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആകാൻ പറ്റുക. നമ്മൾ അതിനെതിരായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവിടെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പലരും സമ്മതിച്ചും തരില്ല. കാരണം എന്താ, നമുക്ക് കംഫർട്ട് സോണിനോടാണ് താല്പര്യം. തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ ഉണരുക, അത് കംഫർട്ടാണ്. പക്ഷെ പണ്ടുള്ളവർ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മുടെ ബോഡിക്ക് അനുയോജ്യം ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്, അല്ലെങ്കിൽ ഉറങ്ങാനും ഉണരാനും ഒക്കെ നമ്മുടെ
സാഹചര്യം അനുസരിച്ച് സെറ്റ് ചെയ്താലും ഡ്യൂറേഷൻ ഉണ്ടാവണം. ഉറക്കം ശരീരത്തിന് വളരെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെ മനുഷ്യ ശരീരത്തിന് നല്ലത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് എൻ്റെ ബോഡിക്ക് പറ്റിയതല്ല. പക്ഷെ അത് മടിയായിരുന്നു എന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. കാരണം ഞാനിങ്ങനെ എന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്കൊരു രാത്രി 9-10 മണിയാകുമ്പോൾ നല്ല ഉറക്കം വരും ശരിക്കും. രാവിലെ ആകുമ്പോൾ അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ രാവിലെ നമ്മൾ ഉണരും നല്ല ഫ്രഷ് ആയിരിക്കും. പക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് സുഖങ്ങളും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രി കിടക്കാനൊക്കെ വൈകി അവിടെ സിനിമ കണ്ടോ സോഷ്യൽ മീഡിയയിലോ ഇരുന്നോ രാത്രി 12 മണിയാവും. ചിലർക്ക് ജോലിയായിരിക്കും, പക്ഷെ മെജോറിറ്റി അങ്ങനെയല്ല. വെറുതെ അവിടെ ഇവിടെയൊക്കെ നടന്ന് രാത്രി 12 മണിയായി നേരത്തെയാണ് വെറുതെ നടക്കുകയാണ്. എന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. എന്നിട്ട് ഉച്ചയാവുമ്പോ അയ്യോ ഇന്നത്തെ ദിവസം ഇനി ഇങ്ങനെ പോട്ടെ, ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ആ പ്രശ്നം ഉണ്ടാവുന്നത്. അതേസമയം നമ്മൾ ഒരു ചെറിയ പ്ലാനിങ്, എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഉണരണം, എനിക്ക് നാളെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ വന്നു കഴിയുമ്പോൾ ലൈഫിനൊരു ഫോക്കസിങ് ഉണ്ടാവും, ലൈഫിനൊരു മീനിങ് ഉണ്ടാവും. നമുക്ക് ഓരോ കാര്യവും ചെയ്ത് പോകുമ്പോൾ ഈ ഡോപ്പമിൻ ആക്ടിവേറ്റഡ് ആവും, നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആവും. പിന്നെ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് വീണ്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനൊക്കെ എത്ര പ്രായമുള്ള ഒരാളാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഓരോ ദിവസവും കുറച്ചുകൂടി സ്മാർട്ട് ആണെന്ന് ലൈക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ മമ്മിയൊക്കെ 40+ ആണ്, 50 എടുത്താലും. പക്ഷെ മമ്മിയൊക്കെ എന്ത് സ്മാർട്ടായിട്ട് ഓരോ കാര്യം ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്. ഞാനൊക്കെ ഒരു കാര്യത്തിൽ തളർന്നിരിക്കുമ്പോ മമ്മിയൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഈ സ്ത്രീക്ക് എങ്ങനെ എന്ത് ബോൾഡാണ്, എങ്ങനെ സാധിക്കും, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം. പക്ഷെ അതേപോലെ തന്നെ എന്റെ ചില ഫ്രണ്ട്സ് ഗ്രൂപ്പിലിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ സാഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയാറ്. ഇങ്ങനെയാണ് എന്റെ ലൈഫ് ഇങ്ങനെ, അങ്ങനെയൊക്കെ ആയിരിക്കും ഞങ്ങൾ ചോദിക്കാറുള്ളത്. ബട്ട് അതാണ് നമ്മള് പിന്നെ ലൈഫ് സ്റ്റൈൽ, നമ്മള് മനുഷ്യരാണെന്നുള്ള ഇത് മറക്കാതിരിക്കുക. എന്തൊക്കെ ടെക്നോളജി അഡ്വാൻസ് ചെയ്താലും മനുഷ്യരുടേതായിട്ടുള്ള നീഡ്സ് സിസ്റ്റം നമുക്കുണ്ട്. അത് തകിടം മറിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷനും ആകെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കി എത്ര ബ്ലെസ്ഡ് ആണ് നമ്മൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാറില്ല. അതിനെയൊക്കെ തകിടം മറിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. ഒരു വശത്തു കൂടി ടെക്നോളജി പുരോഗമിച്ച് പോകുന്നു, മറുവശത്തു കൂടി മനുഷ്യരെല്ലാവരും സ്ട്രെസ്ഡ് ആണ്, ആങ്സൈറ്റി, ഡിപ്രഷൻ. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടായി നമ്മൾ ജീവിതം തിരിച്ചു പിടിക്കണം. ഈ ആഴ്ചത്തെ വീഡിയോ അതിനെ കുറിച്ചാണ് കേട്ടോ. തിരിച്ചു പിടിക്കണം. അപ്പൊ ചില തിരിച്ചു പിടിക്കാനുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഓ ഇതൊക്കെ പഴഞ്ചൻ കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറെ രക്ഷയില്ല, അത് ചെയ്തേ മതിയാവൂ. There is no other way. മാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പർപ്പസ് ഓഫ് ബീയിങ്, ഇക്കിഗായ് ബുക്ക്. അതെല്ലാവരും വായിക്കണം. ബിക്കോസ് നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചൊക്കെയെങ്കിലും നമ്മൾ പഠിക്കണം, പ്രകൃതിയിലേക്ക് മടങ്ങുക. കാരണം നമ്മള് മനുഷ്യരല്ലേ, നമുക്ക് അങ്ങനെ ജീവിക്കണം. നമ്മള് എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ അത് മറക്കരുത്. ബേസിക് കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഡിപ്രഷൻ വരുന്നത്. കറക്റ്റ്. അപ്പോ എനിക്ക് ഇനിയും മാമിനോട് കുറെ നേരം സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സമയം പോയതേ അറിഞ്ഞില്ല, ഇപ്പോഴേ ടൈമായി. ബട്ട് ഒരുപാട് സന്തോഷം മാം, ഒരുപാട് സന്തോഷം. ഞാൻ കുറച്ച് ലോ ആയിട്ട് നിൽക്കുന്ന ടൈമായിരുന്നു, ബട്ട് മാമിനോട് സംസാരിച്ചപ്പോ എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്ത പോലെ ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് വളരെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റി. പെട്ടെന്ന് നമ്മൾ തമ്മിലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായില്ല. കാരണം അമ്മ വീഡിയോ കാണുന്നു, ബിൽറ്റേ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് വലിയ സംഭവമുണ്ട്. എന്റെ ജീവിതം മാറി മറിഞ്ഞു എന്ന് പറയാ ഈ യൂട്യൂബ് വഴി. ഒരുപാട് ശിഷ്യസമ്പത്ത് എനിക്കുണ്ട്. പക്ഷെ ഇപ്പോ ഒരു വൈഡർ പ്ലാറ്റ്ഫോമായി. പിന്നെ ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതിനകത്ത് ആളുകൾ വന്ന് ചേർന്ന് അവരെല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പായിട്ട് എൻ്റെ കൂടെയുണ്ട്. അവർക്ക് വേണ്ടി ഓഫ്ലൈൻ പ്രോഗ്രാം നടത്താറുണ്ട്. അങ്ങനെയൊക്കെ വളരെ ലൈവ്ലി ആയിട്ട്. അതൊക്കെ വെച്ചിട്ടാണ് മാമിന്റെ ലാസ്റ്റ് എപ്പിസോഡ് ഏജിങ് ഗ്രേസ്ഫുള്ളി അതൊക്കെ. അപ്പൊ ഇത് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ഇപ്പൊ ഞങ്ങള് യൂത്തിനാണെങ്കിൽ പോലും മാമിന് ഇത്രയും പ്രായമായിട്ട് പോലും മാം എന്ത് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഞങ്ങൾക്കും ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ. മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു, നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മാമിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, മാമിന്റെ വീഡിയോസ് കാണാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്, എല്ലാ ആഴ്ചയും വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. ആ കൊമന്റ്സിൽ ഫുൾ അതായിരിക്കും, മാമിന്റെ വീഡിയോസിന് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സോ മാം ഇൻസ്പയർ ചെയ്യട്ടെ എല്ലാവരെയും. സ്റ്റേ ഇൻസ്പയർഡ്. അതങ്ങനെയാണല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് വരെ അല്ലേ. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് ഇനിയും കാണാം.
യെസ്, ഇതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷമായി. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ആണല്ലേ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഓക്കെ.